നമ്മുടെ ഈ കുറുപ്പിച്ചൽ കടവിൽ നിന്ന് നാല് ബസ്. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ദേഷ്യം, അദ്ദേഹം പെട്ടെന്ന് പ്രകോപിതനാകുന്നത്, പലരോടും പബ്ലിക്കായി തന്നെ ദേഷ്യപ്പെടുന്നത്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ഈ 10 വർഷത്തിനിടയിൽ കണ്ടിട്ടുണ്ട്. കടക്കുപുറത്ത് അതുപോലെ തന്നെ മൈക്ക് ഓപ്പറേറ്റർമാരോട് ചൂടാകുന്നത്, വേദിയിൽ ആങ്കർമാരോട് ചൂടാകുന്നത്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളതെല്ലാം അറിഞ്ഞിട്ടുമുണ്ട്. അത്തരത്തിലൊരു സംഭവം കഴിഞ്ഞ ദിവസവും ഉണ്ടായി. പക്ഷെ അതിന് പിന്നീട് ഒരു വിശദീകരണം വന്നിട്ടുണ്ട്. എന്തായാലും എന്താണ് സംഭവം എന്ന് നോക്കാം. മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട് വേദിയിൽ സെൽഫി എടുക്കാൻ ശ്രമിക്കവേ അത് സമ്മതിക്കാതെ മുഖ്യമന്ത്രി മുന്നോട്ട് പോകുന്ന, അതായത് അദ്ദേഹം മുഖം കണ്ടാൽ ഇത്തിരി പരിഭവമുണ്ട്, അത്തരത്തിലൊരു വീഡിയോ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. പക്ഷേ അത് അത്തരത്തിലുണ്ടായതല്ല. അതായത് വീഡിയോ എടുക്കുക അല്ലെങ്കിൽ സെൽഫി എടുക്കാൻ ശ്രമിച്ചതല്ല, മറിച്ചൊരു നിവേദനത്തിൻ്റെ കാര്യം പറയാൻ പോയതാണ്. അത്തരത്തിലൊരു വിശദീകരണവുമായി ആ വ്യക്തിയും രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്നലെ അമ്പൂരിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിയുടെ പരുക്കൻ സ്വഭാവത്തിന് മാറ്റമുണ്ടായില്ല. അങ്ങനെയാണ് ആദ്യമൊക്കെ വീഡിയോകൾ പ്രചരിച്ചത്. ചിത്രമെടുക്കാനെത്തിയ CPM പഞ്ചായത്ത് അംഗത്തോട് പറ്റില്ലെന്നും മാറി നിൽക്കാനും പറഞ്ഞ് തുറന്നടിച്ച് മുഖ്യമന്ത്രി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. അമ്പൂരി കുമ്പിച്ചൽ കടവ് പാലത്തിന്റെ ഉദ്ഘാടന ചടങ്ങിനിടെയാണ് ഈ സംഭവം ഉണ്ടായത്. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ആതിര ഗ്രേസ് ആണ് സെൽഫിക്ക് ശ്രമിച്ചത്. ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞ് മുഖ്യമന്ത്രി പോകാൻ ഒരുങ്ങവെയാണ് ജില്ലാ പഞ്ചായത്ത് അംഗം മുഖ്യമന്ത്രിക്ക് അരികിലേക്ക് എത്തിയതും കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു, എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി എന്തോ മറുപടി, തിരിച്ചൊരു ദേഷ്യത്തിലൊരു മറുപടി നൽകുന്നു. അദ്ദേഹം നടന്ന് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അതായത് നടന്നു നീങ്ങുന്ന മുഖ്യമന്ത്രിയുടെ സമീപത്തെത്തി ഫോൺ കാണിച്ചതും അത് വേണ്ടെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അത്തരത്തിൽ എന്തോ ഒരു തീർത്തും ഒരു അദ്ദേഹം അസ്വസ്ഥനാവുന്നുണ്ട്. മാത്രമല്ല ദേഷ്യത്തിലുള്ള ഒരു മറുപടി തന്നെയാണ് അദ്ദേഹം നൽകിയത്. ആ കാഴ്ച, ആ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ്. ഉദ്ഘാടനത്തിന് പിന്നാലെ മുഖ്യമന്ത്രി വേദി വിടുമ്പോഴായിരുന്നു സംഭവം. മാത്രമല്ല ഈ അടുത്തെത്തിയ ഈ പെൺകുട്ടി, അതായത് ആതിര ഗ്രേസ് നിരാശയോടെ പിന്നീട് വേദിയിൽ നിൽക്കുന്നതുമൊക്കെ വീഡിയോയിൽ വ്യക്തമായി കാണാവുന്നതാണ്. വെള്ളറട ഡിവിഷനിൽ നിന്നുള്ള CPM അംഗമാണ് ആതിര ഗ്രേസ്. എന്നാൽ ആതിര ഗ്രേസ് അതിന് നൽകുന്ന വിശദീകരണം മറ്റൊന്നാണ്. അതിലേക്ക് നമുക്ക് വരാം. മാത്രമല്ല ഈ പരാതിക്കെട്ടുകൾ മുഖ്യമന്ത്രി സ്വീകരിച്ചില്ല, ഒപ്പമുള്ള ഉദ്യോഗസ്ഥരാണ് പരാതി കൈപ്പറ്റിയതെന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. എന്തായാലും ആ കുട്ടി സെൽഫി എടുക്കാനാണ് മുഖ്യമന്ത്രിയെ സമീപിച്ചത്. ഫോൺ കയ്യിലുണ്ടായിരുന്നത് കൊണ്ട് തന്നെ സെൽഫി എടുക്കാൻ എത്തിയതാണ്, സെൽഫി എടുക്കേണ്ട എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ദേഷ്യത്തിൽ മുന്നോട്ട് പോവുകയായിരുന്നു എന്ന വ്യാഖ്യാനങ്ങളാണ് ആ വീഡിയോ പ്രാഥമികമായിട്ട് നമുക്ക് കാണുമ്പോൾ ആ വീഡിയോയിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം അദ്ദേഹം സെൽഫി എടുക്കാൻ അദ്ദേഹത്തിന് വിമുഖതയുണ്ട്. 2018 സെൽഫി എടുക്കാൻ വന്ന വിദ്യാർത്ഥിയോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യം കുപിതനായി, പിന്നീട് ചിരിച്ച് ചിത്രമെടുത്ത് മടങ്ങിയതൊക്കെ വാർത്തയായിട്ട് നമ്മൾ കണ്ടതാണ്. കായംകുളം ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ വെച്ചായിരുന്നു വിദ്യാർത്ഥികളിൽ ഒരാൾ സെൽഫി എടുക്കാൻ വേണ്ടി ശ്രമിച്ചത്. സെൽഫിക്കായി കയ്യിൽ കടന്നുപിടിച്ച വിദ്യാർത്ഥിയോട് മുഖ്യമന്ത്രി ആദ്യം അമ്പരപ്പ് കാട്ടി കൈ തട്ടി മാറ്റി. പിന്നീട് ആ കുട്ടിയോടൊപ്പം അദ്ദേഹം ഫോട്ടോ എടുത്തു. എങ്കിൽ പോലും അദ്ദേഹം ആദ്യം തട്ടി മാറ്റിയതൊക്കെ നമ്മൾ കണ്ട കാഴ്ചയാണ്. വിദ്യാർത്ഥിയുടെ ഫോൺ മറ്റാരെങ്കിലും കയ്യിൽ കൊടുത്ത ശേഷം ഫോട്ടോ എടുപ്പിച്ചായിരുന്നു മുഖ്യമന്ത്രി ആ കുട്ടിയെ മടക്കി അയച്ചത്. എന്തായാലും അങ്ങനെ ഒരു സമാന സംഭവം, അതായത് സെൽഫി എടുക്കാൻ ഈ ആതിര ഗ്രേസ് എത്തുന്നു, പക്ഷേ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല എന്നാണ് ആദ്യമൊക്കെ കരുതിയത്. എന്തായാലും സെൽഫി എടുക്കാൻ എത്തിയപ്പോൾ നീരസം പ്രകടിപ്പിച്ച് മുഖ്യമന്ത്രി നടന്നു നീങ്ങി എന്ന തരത്തിൽ ആ വീഡിയോ പ്രചരിക്കുന്നു. സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ വൈറലാകുന്നു. പിന്നാലെ പ്രതികരണവും വിശദീകരണവുമായി ജില്ലാ പഞ്ചായത്ത് അംഗം ആതിര ഗ്രേസ് രംഗത്തുമായിരുന്നു. ഇത്തരത്തിലുള്ള പ്രചരണം തെറ്റാണ് എന്നാണ് ആതിര ഗ്രേസിന്റെ മറുപടി. താൻ സെൽഫി എടുക്കാനല്ല ശ്രമിച്ചതെന്നും ഒരു നിവേദനവുമായി ബന്ധപ്പെട്ട കാര്യം സംസാരിക്കാനാണ് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പോയതെന്നും ആതിരയുടെ വിശദീകരണം. സെൽഫി എടുക്കാൻ വേണ്ടിയല്ല താൻ പോയത്, തൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് താൻ സെൽഫി എടുക്കാൻ പോയതെന്ന് തെറ്റിദ്ധാരണ വരാൻ കാരണമായത്. ആ സമയത്ത് തനിക്കൊരു ഫോൺ കോളും വന്നു. നിവേദനം കൊടുക്കാനായിട്ടാണ് മുഖ്യമന്ത്രിയുടെ അടുക്കലേക്ക് താൻ നടന്നത്. തിരക്കായിരുന്നു മുഖ്യമന്ത്രിക്ക്, മറ്റൊരു നിലയ്ക്കും അതിനെ വളച്ചൊടിക്കേണ്ടതില്ല. സെൽഫി എടുക്കട്ടെ എന്ന് താൻ മുഖ്യമന്ത്രിയോട് ചോദിച്ചിട്ടില്ല. മുഖ്യമന്ത്രി തന്നോട് മാറി നിൽക്കാൻ പറഞ്ഞതായി താൻ കേട്ടിട്ടുമില്ല. ഇത്തരത്തിലുള്ള വിവാദങ്ങൾക്കോ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾക്കോ യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നാണ് ആതിരയുടെ വിശദീകരണം. എന്നാലും വീഡിയോ വലിയ രീതിയിലാണ് ചർച്ചയായത്, വലിയ രീതിയിൽ വൈറലാവുകയും ചെയ്തു. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ നിവേദനം സമർപ്പിക്കാൻ എത്തിയതായാലും ഫോട്ടോ എടുക്കാൻ വന്നതായാലും ഒരു പെൺകുട്ടിയോട് അല്ലെങ്കിൽ പാർട്ടി അംഗമായ ഒരു പെൺകുട്ടിയോട് മുഖ്യമന്ത്രി വളരെ ദേഷ്യത്തോടെ സംസാരിച്ചത് അത് വലിയ രീതിയിൽ വിമർശന വിധേയമായി. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആതിരയെ ഫോണിൽ വിളിക്കുമെന്ന വിവരം പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിലൊരു വിശദീകരണം ആതിരയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. പക്ഷേ വീഡിയോ കാണുമ്പോൾ നമ്മൾ വായിച്ചെടുക്കുന്നത് മറ്റൊന്നാണ്.
ഈ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായത് അമ്പൂരി കുമ്പിച്ചൽ പാലം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയപ്പോഴായിരുന്നു. വെള്ളറട ഡിവിഷനിൽ നിന്നും CPIM അംഗമാണ് ആതിര ഗ്രേസ്. എന്തായാലും കുമ്പിച്ചൽ കടവ് പാലം മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചിരിക്കുകയാണ്. അമ്പൂരി ഗ്രാമപഞ്ചായത്തിലെ 11 ഗോത്രവർഗ ഉന്നതികളിലെ 1500ഓളം കുടുംബങ്ങളുടെ ദീർഘകാലത്തെ സ്വപ്നമായ അമ്പൂരി കുമ്പിച്ചൽ കടവ് പാലം യാഥാർത്ഥ്യമായി. മുഖ്യധാരയിൽ നിന്നും ഒറ്റപ്പെട്ടു പോയിരുന്ന ജനതയെ മുഖ്യധാരയുമായി ബന്ധിപ്പിക്കാനും മലയോര മേഖലയുടെ വികസനത്തിന് പുതിയ വേഗത നൽകാൻ ഈ പാലം സഹായിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മാത്രമല്ല, മുഖ്യമന്ത്രി ചടങ്ങിൽ പറഞ്ഞ മറ്റു ചില കാര്യങ്ങൾ. നവകേരളം ഒരു സങ്കല്പമല്ല, ഈ ഘട്ടത്തിൽ യാഥാർത്ഥ്യമാക്കാൻ പോവുകയാണ് നവകേരളം എന്നത്. ലോകത്തിലെ വികസിത രാജ്യങ്ങളിലെ ഞങ്ങളുടെ ജീവിത നിലവാരത്തിനൊപ്പം കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയരണം എന്നതാണ്. അത് സാധ്യമാക്കാൻ സാധിക്കും. അതിദാരിദ്ര്യമുക്ത നാടായി മാറി നമ്മുടെ നാട്. ഇനി ദാരിദ്ര്യമുക്ത നാടാക്കി മാറ്റണം. ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ട്. അമ്പൂരിയിൽ പാലവും മറ്റ് 800 കോടി രൂപയുടെ പൊതുമരാമത്ത് പ്രവർത്തികളുടെ പൂർത്തീകരണ ഉദ്ഘാടനം നിർവഹിച്ചു അദ്ദേഹം. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എന്തായാലും നാട്ടുകാരുടെ ഏറെ കാലത്തെ ഒരു സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ആ വേദിയിലാണ് ഇത്തരത്തിൽ നാടകീയമായ ചില സംഭവ വികാസങ്ങൾ കൂടി അരങ്ങേറിയത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ദേഷ്യപ്പെടുന്നു, അദ്ദേഹം കടക്കുപുറത്ത് പറയുന്നു, മൈക്ക് ഓപ്പറേറ്റർമാരോട് ദേഷ്യപ്പെടുന്നു, വേദിയിലെ പരിപാടിയിൽ ആങ്കർ ചെയ്യുന്ന പെൺകുട്ടികളോട് ദേഷ്യപ്പെടുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായത് അതിൻ്റെ തുടർച്ചയാകാം കഴിഞ്ഞ ദിവസം ഉണ്ടായത് എന്നാണ് വ്യാഖ്യാനങ്ങൾ വന്നത്. എന്തായാലും താൻ സെൽഫി എടുക്കാൻ പോയതല്ല, നിവേദനം സമർപ്പിക്കാൻ പോയതാണ്. അത് മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞതെന്ന് തനിക്ക് കേൾക്കാൻ പറ്റില്ല. കാരണം അവിടെ വലിയ ശബ്ദ കോലാഹലമായിരുന്നു. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി തന്നോട് എന്താണ് പറഞ്ഞതെന്ന് തനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് ആതിര പറയുന്നു. ഈ സംഭവം വലിയ രീതിയിൽ വൈറലാവുകയും ചെയ്തു. പ്രത്യേകിച്ച് ഈ ഇടയ്ക്ക് ഏറ്റവും ഒടുവിലായിട്ട് മുഖ്യമന്ത്രിയുടെ ദേഷ്യത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞത് ചൂരമീൻ, നെയ്മീൻ, ആ ഒരു ദിവാകരൻ്റെ ഒരു പരാമർശം, അതായത് CPM നേതാവ് മുൻ മന്ത്രിയുമായ C ദിവാകരൻ്റെ വെളിപ്പെടുത്തൽ, അത് മുഖ്യമന്ത്രിയുടെ ഒരു ദേഷ്യത്തെക്കുറിച്ചും അദ്ദേഹം ഭക്ഷണം കഴിക്കാതെ ആനത്തലവട്ടം ആനന്ദൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതിനെ പറ്റി നമ്മൾ ഈ ഇടയ്ക്ക് അറിഞ്ഞതാണ്. വില കൂടിയ മീനുകളാണ് മുഖ്യമന്ത്രിക്ക് ഇഷ്ടമെന്നും ചൂര മീനായതിനാൽ CPM നേതാവ് ആനത്തലവട്ടം ആനന്ദന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാതെ പിണറായി വിജയൻ മടങ്ങിയെന്നുമാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ മുൻ മന്ത്രിയാണെന്ന് C ദിവാകരൻ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: തിരഞ്ഞെടുപ്പിന് മുൻപുള്ള LDF ജാഥ തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ എവിടെയാണ് ഭക്ഷണമെന്ന് പിണറായി ചോദിച്ചു. ആനത്തലവട്ടം ആനന്ദന്റെ വീട്ടിലാണെന്ന് പറഞ്ഞത് പുള്ളിക്ക് തീരെ ഇഷ്ടമായില്ല. കാരണം ആനത്തലവട്ടം ആനന്ദനും VS-ഉമായി നല്ല ബന്ധമാണ്. പിണറായി VS-ന്റെ ശത്രുവായിരിക്കുന്ന സമയം വേറെ ആരെയും കിട്ടിയില്ല എന്ന് ചോദിച്ചു. മീൻ കൊണ്ടുവന്ന് വെച്ചപ്പോൾ പിണറായി വിരൽ കൊണ്ട് അമർത്തി ഇതെന്ത് മീനാണെന്ന് ചോദിച്ചു. ചൂരയാണെന്ന് പറഞ്ഞു. ഞാൻ AKG സെന്ററിൽ കാണുമെന്നും ദിവാകരൻ പോകുമ്പോൾ വിളിച്ചാൽ മതിയെന്നും പറഞ്ഞ് ഭക്ഷണം കഴിക്കാതെ ഇറങ്ങി. M സത്യനേശനാണ് അന്ന് ജില്ലാ സെക്രട്ടറി. ഉണ്ണാതെ പോയപ്പോൾ ഇതിന്റെ പേരിൽ നടപടിയെടുക്കുമോ എന്ന് തന്നോട് ചോദിച്ചു. പിറ്റേന്ന് രാവിലെ പാളയം മാർക്കറ്റിൽ പോയി വലിയ നെയ്മീൻ വാങ്ങി പാറശാലയിൽ കൊണ്ടുപോയി കറി വെച്ച് അവിടെ പിണറായി വരുമ്പോൾ കൊടുക്കാൻ ഞാൻ പറഞ്ഞു. സത്യനേശന് പുലർച്ചെ 5-ന് പാളയം മാർക്കറ്റിൽ വന്ന് മീൻ വാങ്ങിക്കൊണ്ടുപോയി കറി വെച്ച് കൊടുത്തു. പിണറായിക്ക് സന്തോഷമായി. അതിനുശേഷമാണ് സത്യനേശൻ ഉറങ്ങിയത്. ഇത്തരത്തിൽ ഈ വെളിപ്പെടുത്തൽ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. മുഖ്യമന്ത്രിയുടെ കർക്കശ സ്വഭാവത്തിന് മറ്റൊരു ഉദാഹരണവുമായി ഈ സംഭവത്തെ കൂട്ടി വായിക്കുകയായിരുന്നു. അതിന് പിന്നാലെ അമ്പൂരിയിലെ സംഭവം അത്തരത്തിൽ തന്നെ കൂട്ടി വായിക്കപ്പെട്ടു. എന്തായാലും മുഖ്യമന്ത്രി ആതിരയെ വിളിക്കും. എന്താണ് ആതിരയുടെ പരാതി അല്ലെങ്കിൽ നിവേദനം എന്താണ് എന്ന് മുഖ്യമന്ത്രി ആരായാൻ ശ്രമിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.